Welcome dear students once again. The topic that we'll be discussing today will be about the replication of DNA. How the process of replication takes place in DNA. And this was experimentally proved by two scientists, Messelson and Stahl. So in this video we'll be discussing about that experiment also, Messelson and Stahl experiment. And then we'll be studying about the exact mechanism of replication of DNA. So when Watson and Crick proposed the double helix model of DNA, they also explained how the process of replication of DNA takes place. And according to them, at the time of replication, the strands of the DNA separates, the hydrogen bonds breaks and the strands separate, and each strand then acts as a template. And based on the complementarity of bases, deoxyribonucleotides are added one by one, and as a result we get two daughter DNAs. And both the daughter DNAs, we can see that one of the strands of the daughter DNA will be that of the parent, and the other strand will be that of the newly synthesized strand. So in the daughter DNA, the parental strand is always conserved, and this type of replication is called as the semi-conservative replication. So in semi-conservative replication, what happens? At first the hydrogen bonds break. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ആ രണ്ട് സ്ട്രാൻഡും തമ്മിൽ അൺവൈൻഡ് ചെയ്യുന്നു. അങ്ങനെ അൺവൈൻഡ് ചെയ്ത് കിട്ടുമ്പോൾ ഈ കാണുന്ന ഈ സ്ട്രാൻഡിനെയാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്. ദിസ് ഇസ് കോൾഡ് ആസ് എ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ആൻഡ് ബേസ്ഡ് ഓൺ ദി റൂൾ ഓഫ് കോംപ്ലിമെന്റാരിറ്റി ഓഫ് ബേസിസ്, the deoxyribonucleotides are added one by one. ഇപ്പം അഡിനിൻ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? തൈമിനായിരിക്കും. സൈറ്റോസിൻ ആണെങ്കിൽ ഗുവാനിൻ. അപ്പം ആ കോംപ്ലിമെന്റാരിറ്റി ഓഫ് ബേസിസിനെ ബേസ് ചെയ്ത് deoxyribonucleotides are added one by one. അപ്പോൾ രണ്ട് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, ഓരോ ടെംപ്ലേറ്റ് സ്ട്രാൻഡിനും കോംപ്ലിമെൻ്റ് ആയിട്ട് വേറൊരു സ്ട്രാൻഡ് സിന്തസൈസ്. അങ്ങനെ രണ്ട് ഡോട്ടർ ഡി എൻ എസ് റെപ്ലിക്കേഷൻ കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? രണ്ട് ഡോട്ടർ ഡി എൻ എസ് കിട്ടുന്നു. ആ രണ്ട് ഡോട്ടർ ഡി എൻ എസ് കിട്ടുമ്പോൾ ഇവിടെ നോക്കിക്കേ, ഒന്ന് പേരൻ്റൽ സ്ട്രാൻഡാണ്, ഒന്ന് ന്യൂലി സിന്തസൈസ് സ്ട്രാൻഡാണ്. അപ്പം ഇങ്ങനെയുള്ള റെപ്ലിക്കേഷനെയാണ് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. വൈ ഇസ് ഇറ്റ് കോൾഡ് ആസ് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ? ബിക്കോസ് ദ പേരൻ്റൽ സ്ട്രാൻഡ് ഈസ് കൺസേർവ്ഡ്. സോ ഫോർ ഡി എൻ എ ടു റെപ്ലിക്കേറ്റ്, ആദ്യം എന്ത് സംഭവിക്കണം? The hydrogen bond should break and these two strands should separate. രണ്ട് സ്ട്രാൻഡും അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? We call it as the unwinding of the strand. അങ്ങനെ രണ്ട് സ്ട്രാൻഡും സെപ്പറേറ്റ് ചെയ്തു. ഇനി എന്താണ് അടുത്തത് സംഭവിക്കേണ്ടത്? ഓരോ സ്ട്രാൻഡും ഓരോ ടെംപ്ലേറ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നു. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അച്ച്. ഓരോ അച്ചായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു. ഈ ടെംപ്ലേറ്റിന് കോംപ്ലിമെൻ്റ് ആയിട്ടായിരിക്കും നൈട്രജൻ ബേസ് വൺ ബൈ വൺ ആയിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. സോ ഈച്ച് സ്ട്രാൻഡ് ആക്ട് ആസ് എ ടെംപ്ലേറ്റ്. Complementary nitrogen bases are added to the template strand. Nitrogen bases are added based on the rule of complementarity of bases. Nitrogen bases are added one by one. കോംപ്ലിമെൻ്ററി ആയിട്ടായിരിക്കും ആഡ് ചെയ്യുന്നത്. ഗുവാനിൻ, സൈറ്റോസിൻ. തൈമിൻ ആണെങ്കിൽ അഡിനിൻ, അഡിൻ ആണെങ്കിൽ തൈമിൻ. ഇവിടെ നോക്കിക്കേ, സൈറ്റോസിൻ ആയിരുന്നു ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ ഗുവാനിൻ ആഡ് ചെയ്തു, അഡിനിൻ ആണ് തൈമിൻ ആഡ് ചെയ്തത്. അങ്ങനെ സോ ബേസ്ഡ് ഓൺ ദി കോംപ്ലിമെൻ്ററി നൈട്രജൻ ബേസസ് ആർ ആഡഡ് ടു ദി ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ രണ്ട് ഡോട്ടർ ഡി എൻ എ, ഒരു ഡോട്ടർ ഡി എൻ എയിൽ പേരൻറ്റ് സ്ട്രാൻഡും ഉണ്ട്, ഒരു ന്യൂലി സിന്തസൈസ് സ്ട്രാൻഡും ഉണ്ട്. ഇങ്ങനെയുള്ള റെപ്ലിക്കേഷനെയാണ് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ ഓഫ് ഡി എൻ എ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് വാട്ട് ഇസ് കോൾഡ് ആസ് the semi-conservative DNA replication. So two daughter DNAs are formed, and in each daughter DNA, what is seen? The parental strand is conserved, and
a newly synthesized strand is also seen. So this type of replication is called as semi-conservative DNA replication. ഇപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആ DNA ഈ മോഡലിന് പറയുന്നതാണ് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ. ഇനി നമ്മൾ ഒരു എക്സ്പെരിമെൻ്റ് വഴി പ്രൂവ് ചെയ്യാൻ പോവുകയാണ് that DNA replicates by semi-conservative replication. And that experiment is called as Michelson and Stahl experiment. So, for performing this experiment, two scientists, Michelson and Stahl, they grew bacteria in a medium containing N15 nitrogen. ഒരു ബാക്ടീരിയ കൾച്ചർ ചെയ്തു. ബാക്ടീരിയയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസുമുള്ള ഒരു മീഡിയത്തിൽ ബാക്ടീരിയ വളർത്തി. ബാക്ടീരിയൽ പോപ്പുലേഷൻ മൾട്ടിപ്ലൈ ചെയ്യാൻ അനുവദിച്ചു. പക്ഷേ ഈ മീഡിയത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. നൈട്രജൻ സോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് എൻ ഐസോടോപ്പ് ഓഫ് നൈട്രജൻ ആൻഡ് ഇറ്റ് വാസ് കോൾഡ് ആസ് N15. അപ്പോൾ ബാക്ടീരിയയെ ഇതിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ അനുവദിക്കുമ്പോൾ അതിൻ്റെ DNA-ലോട്ട് ഈ N15 കയറി ഇൻകോപ്പറേറ്റ് ചെയ്യും. അങ്ങനെ രണ്ട് സ്ട്രാൻഡ്സിലും N15 ആയിരിക്കും. അങ്ങനെ രണ്ട് സ്ട്രാൻഡിലും N15 ഉള്ള ആ DNA we can call it as the heavy DNA. ഇപ്പോൾ ഹെവി DNA ആണെങ്കിൽ ഒരു we call it as N15 DNA. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? The bacteria was grown in a medium containing heavy isotope of nitrogen. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഇതിൻ്റെ അകത്ത് മൾട്ടിപ്ലൈ ചെയ്തുണ്ടായ ബാക്ടീരിയയെ N14 ഉള്ള ഒരു മീഡിയത്തിലേക്ക് മാറ്റി. ഇറ്റ് വാസ് ചേഞ്ച്ഡ് ഓർ ഇറ്റ് വാസ് ട്രാൻസ്ഫേർഡ് ടു എ മീഡിയം കണ്ടെയ്നിങ് N14. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ട്രാൻസ്ഫർ ചെയ്ത ഉടനെ തന്നെ അതിൽ നിന്നും സാമ്പിൾസ് എടുത്തു. എന്നിട്ട് അവരെന്ത് ചെയ്തു? DNA എക്സ്ട്രാക്ട് ചെയ്ത് ഒരു ട്യൂബിൽ, സെൻട്രിഫ്യൂജ് ട്യൂബിൽ, അതായത് സീഷ്യം ക്ലോറൈഡ് ഉള്ള ഒരു സെൻട്രിഫ്യൂജൽ ട്യൂബിലേക്ക് ആ DNA-യുടെ എക്സ്ട്രാക്റ്റിനെ ആഡ് ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് അലൗഡ് ടു അണ്ടർഗോ സെൻട്രിഫ്യൂഗേഷൻ. സെൻട്രിഫ്യൂജ് ചെയ്തു, ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തു. അങ്ങനെ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ അകത്തുള്ള DNA ഫ്രാഗ്മെൻറ്റ്സ്, DNA-യുടെ എക്സ്ട്രാക്ട്, അതിൻ്റെ ഡെൻസിറ്റി അനുസരിച്ച് ഈ സീഷ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞ ആ സൊല്യൂഷൻ സെറ്റിൽ ചെയ്യും. കാരണം ഈ N15 ഐസോടോപ്പ്, നൈട്രജൻ്റെ ഐസോടോപ്പ് എന്ന് പറയുന്നത് അത് റേഡിയോ ആക്റ്റീവ് അല്ല. അപ്പോൾ ഇതിനെ അതിൻ്റെ ഡെൻസിറ്റി അനുസരിച്ച് മാത്രമേ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇറ്റ് ഇസ് നോട്ട് റേഡിയോ ആക്റ്റീവ്, ഇറ്റ് ഇസ് നോട്ട് എ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ്. അപ്പോൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി അനുസരിച്ച് മാത്രമേ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡെൻസിറ്റി അനുസരിച്ച് ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സീഷ്യം ക്ലോറൈഡ് സൊല്യൂഷനിൽ അതിനെ സെൻട്രിഫ്യൂജ് ചെയ്യും. സെൻട്രിഫ്യൂജ് ചെയ്തപ്പോൾ 15N നൈട്രജനുള്ള ആ ഡബിൾ സ്റ്റാൻഡ് DNA അത് ഏറ്റവും താഴെ വന്നങ്ങ് സെറ്റിൽ ചെയ്തു. അതാണ് ദിസ് വൺ. കണ്ടോ, ആ ഗ്രീൻ ആയിട്ടുള്ള സ്റ്റാൻഡാണ് 15N ആൻഡ് ദിസ് ഇസ് കോൾഡ് ആസ് ദി ഹെവി DNA. അപ്പോൾ ഇതാണ് ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ ടെസ്റ്റ് ട്യൂബ്. ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ എന്താണ് ചെയ്തത്? 15N മീഡിയത്തിൽ വളർന്ന ആ ബാക്ടീരിയയെ 14N മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഉടനെ തന്നെ, കണ്ടോ ആ ബാക്ടീരിയ ആണ് കാണുന്നത്, സാമ്പിൾസ് അറ്റ് 0 minutes, മൾട്ടിപ്ലൈ ചെയ്യാൻ ഒന്നും അനുവദിച്ചില്ല. ഇറ്റ് വാസ് ആ ബാക്ടീരിയ ബ്രേക്ക് ഓപ്പൺ ചെയ്ത് DNA-യുടെ എക്സ്ട്രാക്റ്റ് എടുത്തു, സീഷ്യം ക്ലോറൈഡിൽ സൊല്യൂഷനിൽ അതിനെ സെൻട്രിഫ്യൂജ് ചെയ്തു. സെൻട്രിഫ്യൂജ് ചെയ്തപ്പോൾ ദ ഹെവി DNA ഗോട്ട് സെറ്റിൽ ടു ദി ബോട്ടം ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഡെൻസിറ്റി. സോ ദാറ്റ് വാസ് ദി ഫസ്റ്റ് പാർട്ട് ഓഫ് ദി എക്സ്പെരിമെൻറ്റ്. ഇനി സെക്കൻഡ് പാർട്ടിൽ എന്ത് ചെയ്തു? ഈ ഒരു ഡയഗ്രാം വളരെ ക്ലിയർ ആയിട്ട് നോക്കാൻ വളരെ ഈസി ആയിട്ട് ഇത് മനസ്സിലാവും. എന്ത് സംഭവിച്ചു? ഇതിനെ ഈ ബാക്ടീരിയ 14N മീഡിയത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ബാക്ടീരിയയിലെ ഇറ്റ് വാസ് അലൗഡ് ടു മൾട്ടിപ്ലൈ. ദ ബാക്ടീരിയൽ കോളനീസ് മൾട്ടിപ്ലൈ എവറി 20 minutes. 20 minutes കഴിയുമ്പോൾ അത് ഡബിൾ ആവും. അടുത്ത 20 minutes ആകുമ്പോൾ വീണ്ടും ഡബിൾ ആവും. അപ്പോൾ ആദ്യത്തെ 20 minutes കഴിഞ്ഞ് എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ ഉടനെ ആ സാമ്പിളിനെ ഐസൊലേറ്റ് ചെയ്തു. ആ സാമ്പിളിനെയാണ് 3 എന്ന് കാണിച്ചിരിക്കുന്നത്.
ആ ബാക്ടീരിയൽ സെൽസിനെ ഐസൊലേറ്റ് ചെയ്തു, അതിനെ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ DNA കണ്ടോ എക്സ്ട്രാക്ട് ചെയ്ത് സീഷ്യം ക്ലോറൈഡിൽ സെൻട്രിഫ്യൂജ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ആ ബാക്ടീരിയ റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ DNA റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രാൻഡ് എന്ന് പറയുന്നത് 15N ആണ്. N15, ഇറ്റ് ഈസ് N15. രണ്ടാമത്തെ സ്ട്രാൻഡ് ആണ് ഇവിടെ പുതിയതായിട്ട് സിന്തസൈസ് ചെയ്യുന്നത്. കാരണം നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ വഴിയാണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ വൺ സ്ട്രാൻഡ് will act as the template strand and the other strand is synthesized based on the sequences of the nitrogen base. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ റീപ്രൊഡ്യൂസ് ചെയ്ത 20 മിനിറ്റ്സ് കഴിഞ്ഞെടുത്ത ബാക്ടീരിയയുടെ DNA എങ്ങനായിരിക്കും? ഒരു സ്ട്രാൻഡ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണ്. ആ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് N15 ആയിരിക്കും. ന്യൂലി സിന്തസൈസ് സ്ട്രാൻഡ് അത് ഈ N14 മീഡിയത്തിലാണ് നൈട്രജൻ സോഴ്സ്. അതിനുള്ള നൈട്രജൻ സോഴ്സ് N14 മീഡിയത്തിൽ നിന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ ന്യൂലി സിന്തസൈസ് സ്ട്രാൻഡ് എങ്ങനെ ആയിരിക്കും? N14 ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരു DNA ആണ് ഹൈബ്രിഡ് DNA. ഹൈബ്രിഡ് DNA എന്ന് പറയുമ്പോൾ N15 N14 DNA എന്ന് പറയാം. N15 N14 DNA. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു അതിനെ ബ്രേക്ക് ചെയ്തു, ആ DNA എക്സ്ട്രാക്ട് എടുത്തു, ആ സീഷ്യം ക്ലോറൈഡിൽ സെൻട്രിഫ്യൂജ് ചെയ്തു. സെൻട്രിഫ്യൂജ് ചെയ്തപ്പോൾ ഈ 3 എന്ന് പറഞ്ഞ ടെസ്റ്റ് ട്യൂബിൽ എന്ത് സംഭവിച്ചു? ഇറ്റ് ഒക്കുപ്പൈഡ് എ പൊസിഷൻ ഇൻ ബിറ്റ്വീൻ, മിഡിലായിട്ട് ഒക്കുപ്പൈ ചെയ്തു. ആൻഡ് ദിസ് ഇസ് കോൾഡ് ആസ് എ ഹൈബ്രിഡ് DNA. കാരണം എന്താണ്? ഒരു സ്ട്രാൻഡ് പഴയ 15N ആയിരുന്നു, പുതിയതായിട്ട് സിന്തസൈസ് ചെയ്ത സ്ട്രാൻഡ് 14N ആയിരുന്നു. കണ്ടോ, ഇവിടെ രണ്ട് സ്ട്രാൻഡും ഗ്രീൻ കളറാണ്. ഗ്രീൻ എന്തിനെ കാണിക്കുന്നു? 15 ഹെവി DNA. ഇവിടെ ഒന്ന് ഗ്രീൻ കളറാണ്, മറ്റേത് ഏതാണ്ടൊരു വയലറ്റ് കളർ. അപ്പോൾ ഒരു ഗ്രീനും ഒരു വയലറ്റും കൂടി വന്നപ്പോൾ ഗ്രീൻ നേരത്തെ ഉണ്ടായിരുന്ന 15N സ്ട്രാൻഡ് ആയിരുന്നു, N15 ആയിരുന്നു, അത് തന്നെയായിരുന്നു template strand. This was the newly synthesized strand in the N14 medium, and this DNA, that is the 15N 14N DNA, it is called as the hybrid DNA. So that was the second part of the experiment. ഇനി ഈ രണ്ട് സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു? അടുത്ത 20 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തു. അടുത്ത 20 മിനിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ആഫ്റ്റർ 40 മിനിറ്റ്സ് കഴിയുമ്പോൾ വീണ്ടും അത് മൾട്ടിപ്ലൈ ചെയ്തു. ഈ 14N മീഡിയത്തിൽ വളർന്ന ആ ബാക്ടീരിയൽ സെൽസിനെ ഐസൊലേറ്റ് ചെയ്തു, അതിനെ ബ്രേക്ക് ഓപ്പൺ ചെയ്തു, അതിൻ്റെ DNA എക്സ്ട്രാക്ട് എടുത്തിട്ട് ഈ സീഷ്യം ക്ലോറൈഡിൽ സെൻട്രിഫ്യൂജ് ചെയ്തു. അങ്ങനെ സീഷ്യം ക്ലോറൈഡിൽ സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള DNA എങ്ങനായിരിക്കും? ഒന്ന് ഊഹിച്ച് എങ്ങനായിരിക്കും? ആദ്യത്തെ 20 മിനിറ്റ്സിൽ കഴിഞ്ഞപ്പോൾ നമുക്ക് എങ്ങനെയുള്ള DNA ആണ് കിട്ടിയത്? ഹൈബ്രിഡ് DNA ആണ് കിട്ടിയത്. ഹൈബ്രിഡ് DNA എന്ന് പറയുമ്പോൾ ഒന്ന് 14N ആയിരിക്കും, ഒന്ന് 15N ആയിരിക്കും. ഒന്ന് N14, അടുത്തത് N15 ആയിരിക്കും. അതാണ് ഇപ്പോൾ ഇനി റെപ്ലിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു സ്ട്രാൻഡ്, ഒരു സെറ്റ് ഓഫ് DNA എപ്പോഴും ഹൈബ്രിഡ് DNA ആയിരിക്കും. കാരണം 15N എന്ന് പറഞ്ഞ സ്ട്രാൻഡിൽ നിന്നും കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു പുതിയ DNA സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുമ്പോൾ അത് ഹൈബ്രിഡ് DNA ആയിരിക്കും. രണ്ടാമത്തെ സ്ട്രാൻഡ് എന്താണ്? N14 തന്നെയാണ്. അപ്പോൾ N14ൻ്റെ കൂടെ പുതിയതായിട്ട് സിന്തസൈസ് ചെയ്യുന്ന DNA സ്ട്രാൻഡും N14 ആയിരിക്കും. അതിനെ ലൈറ്റ് DNA എന്ന് വിളിക്കാം. ഇത് നമുക്ക് നോക്കാം. 14N മീഡിയത്തിൽ വളർന്ന ബാക്ടീരിയൽ സെൽസിനെ 40 മിനിറ്റ്സിന് ശേഷം ഐസൊലേറ്റ് ചെയ്തു. ആൻഡ് ദ DNA extracted was added to a test tube containing cesium chloride and it was centrifuged at high speed, and the DNA extract settled according to its density gradient, and it was seen that there were two types of DNA. 50% of the DNA was hybrid DNA and the other 50% was light DNA. 50% hybrid, രണ്ട് ടൈപ്പ് DNA ഉണ്ടായി.
50% ഹൈബ്രിഡ് ഡി എൻ എ ആയിരുന്നു. അടുത്തത് എത്ര ആയിരുന്നു? ലൈറ്റ് ഡി എൻ എ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയപ്പോൾ ഇതിൽ നിന്നും എന്ത് മനസ്സിലായി? ഡി എൻ എ replicates by semi-conservative method. So this was an experiment to prove that DNA replicates by semi-conservative method. അപ്പോൾ നമുക്ക് ഒന്നും കൂടി കണ്ട് ഈ മെസൽസൺ ആൻഡ് സ്റ്റോൾ എക്സ്പെരിമെൻ്റ് ഒന്നും കൂടി ഒന്ന് പറയാം. സോ മെസൽസൺ ആൻഡ് സ്റ്റോൾ grew bacteria in a medium containing N15 nitrogen. And what is the importance of N15 nitrogen? N15 nitrogen എന്ന് പറയുമ്പോൾ it is a heavy isotope of nitrogen. It is not radioactive. It does not show any radioactivity. Since this is heavy isotope of nitrogen. So the heavy isotope of nitrogen can be separated only based on its density. അപ്പോൾ അങ്ങനെ N15 മീഡിയത്തിൽ വളർത്തിയ ആ ബാക്ടീരിയൽ സെൽസിനെ വേറൊരു മീഡിയത്തിലേക്ക് മാറ്റി. ഈ മീഡിയവും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം എന്താണ്? ഇവിടെ നൈട്രജൻ സോഴ്സ് N15 ആണെങ്കിൽ ഇവിടെ നൈട്രജൻ സോഴ്സ് N14 ആണ്. അപ്പോൾ ഈ N15 മീഡിയത്തിൽ വളർത്തിയ ആ ബാക്ടീരിയൽ സെല്ലിനെ ബ്രേക്ക് ഓപ്പൺ ചെയ്ത് അതിൻ്റെ DNA എടുത്ത് സീഷ്യം ക്ലോറൈഡിൽ സെൻട്രിഫ്യൂജ് ചെയ്തപ്പോൾ it was seen that it settled to the bottom, and this bacterial DNA was called as the heavy DNA. And heavy DNA യുടെ രണ്ട് സെഗ്മെന്റിൽ നൈട്രജൻ സോഴ്സ് നൈട്രജനെ നോക്കുവാണെങ്കിൽ we can call it as N15. കാരണം എന്താണ്? ആ നൈട്രജൻ ഈ മീഡിയത്തിൽ നിന്നാണ് കിട്ടിയത്. ജസ്റ്റ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ ഉടനെ അതിനെ അങ്ങ് സെൻട്രിഫ്യൂജ് ചെയ്യുമായിരുന്നു. പിന്നെ എന്ത് ചെയ്തു? ഇതിനെ 20 മിനിറ്റിന് ശേഷം ബാക്ടീരിയൽ കോളനിക്ക് എന്ത് സംഭവിക്കും? അത് multiplies every 20 minutes. After 20 minutes the bacterial samples were isolated. അതാണ് ഈ 3 എന്ന് പറയുന്നത്. കാരണം ബാക്ടീരിയൽ സാമ്പിളിനെ പടം നോക്കുമ്പോൾ തന്നെ എല്ലാം മനസ്സിലാവും. ബാക്ടീരിയൽ സാമ്പിളിനെ ഐസൊലേറ്റ് ചെയ്തു, അതിനെ ആ ബാക്ടീരിയൽ സാമ്പിളിനെ ബ്രേക്ക് ഓപ്പൺ ചെയ്തു, അതിൻ്റെ DNA യുടെ എക്സ്ട്രാക്ട് സീഷ്യം ക്ലോറൈഡ് സൊല്യൂഷനിൽ ആഡ് ചെയ്ത് അതിനെ ഹൈ സ്പീഡിൽ സെൻട്രിഫ്യൂജ് ചെയ്തു. ഇത് നമ്പർ 3 ആണ്. സെൻട്രിഫ്യൂജ് ചെയ്തപ്പോൾ ആ DNA ഈ മിഡിൽ പൊസിഷനിൽ വന്ന് സെറ്റിൽ ചെയ്തു. അതിൻ്റെ ഡെൻസിറ്റി ബേസ് ചെയ്ത്. അത് എന്തുകൊണ്ട് മിഡിൽ പൊസിഷനിൽ സെറ്റിൽ ചെയ്തു? ബിക്കോസ് വൺ സ്ട്രാൻഡ് വാസ് നേരത്തെ ഉണ്ടായിരുന്ന N15 and the newly synthesized strand was N14, and this DNA is called as the hybrid DNA. ഇനി മൂന്നാമത് അവർ എന്ത് ചെയ്തു? 20 മിനിറ്റ് കൂടി കഴിഞ്ഞ് സാമ്പിളിനെ റിമൂവ് ചെയ്തു. അപ്പോൾ ഈ ഹൈബ്രിഡ് DNA എല്ലാം അടുത്ത ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്തു. അതിനെ ബ്രേക്ക് ഓപ്പൺ ചെയ്തു, DNA എക്സ്ട്രാക്ട് ചെയ്തു, ഈ സെൻട്രിഫ്യൂജിലിട്ട് ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? ആ DNA വീണ്ടും അതിൻ്റെ ഡെൻസിറ്റി അനുസരിച്ച് സെറ്റിൽ ചെയ്തു. അതിൻ്റെ ഡെൻസിറ്റി അനുസരിച്ച് സെറ്റിൽ ചെയ്ത് നോക്കിയപ്പോൾ എന്താണ്? 50% പകുതി ഇൻ്റർമീഡിയറ്റ് DNA-യും പകുതി ലൈറ്റ് DNA ആയിരുന്നു. സോ this experiment is called as Michelson-Stall experiment. And what is the importance of this experiment? This experiment proved beyond doubt that DNA replicates by semi-conservative method. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലുള്ള ആ ഡയഗ്രാം കൂടി ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ടെക്സ്റ്റിലുള്ള പടം. The diagrams shown in your textbooks are always very important. Sometimes the scanned images of these pictures are usually asked for the examinations. അതുകൊണ്ട് ടെക്സ്റ്റിലുള്ള എല്ലാ പടങ്ങളും വളരെ സീരിയസ് ആയിട്ട് നോക്കണം. നമ്മൾ പഠിപ്പിക്കുന്നതൊക്കെ പല പടങ്ങളൊക്കെ കാണിക്കുമായിരിക്കും, പക്ഷേ ടെക്സ്റ്റിലുള്ളതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു. ആ ടെക്സ്റ്റിലുള്ള പടം നോക്കിക്കേ. കാരണം ഇവിടെ DNA മാത്രമേ കാണിക്കുന്നുള്ളൂ. N15 DNA ഇവിടെ റെഡ് കളറിലാണ് കാണിച്ചിരിക്കുന്നത്. 2 സ്ട്രാൻഡ്സും N15 ആയിരിക്കും. എങ്ങനെയാണ് ഈ DNA കിട്ടിയത്? Michelson and Stall grew the bacteria E. coli in a medium containing N15 isotope of nitrogen. As a result, what happened? This N15 isotope of nitrogen got incorporated into the DNA, to both the strands of the DNA, and this DNA is called as N15 DNA. ഇതിനെ സീഷ്യം ക്ലോറൈഡിൽ സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ ഇത് ഹെവി DNA ആണ്, and it settles to the bottom. ഹെവി DNA.
ഇനി എന്ത് ചെയ്തു അവർ? ആദ്യം നമ്മൾ പറഞ്ഞു N15 വളർത്തിയ ആ ബാക്ടീരിയൽ കോളനിയെ N14 ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് അവിടെ സെക്കൻഡ് ജനറേഷൻ അവരെടുത്തു. ആഫ്റ്റർ 20 മിനിറ്റ്സ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇത് അങ്ങോട്ട് റെപ്ലിക്കേറ്റ് ചെയ്യും. ആ റെപ്ലിക്കേഷൻ ഈ ഡയഗ്രത്തിൽ വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. എങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യും? കണ്ടോ, ഈ 2 സ്ട്രാൻഡും അങ്ങോട്ട് അൺവൈൻഡ് ചെയ്യും. കണ്ടില്ലേ, 2 റെഡ് സ്ട്രാൻഡും അൺവൈൻഡ് ചെയ്തു. ഇനി ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇത് ഏത് മീഡിയത്തിലാണ് വളരുന്നത്? ഇപ്പോൾ N14 വളരുന്നത്. N14 മീഡിയം, N14 ഉള്ള മീഡിയത്തിലാണ് വളരുന്നത്. അതുകൊണ്ട് അവിടെ സിന്തസൈസ് ചെയ്യുന്ന പുതിയ സ്ട്രാൻഡിൽ എന്തായിരിക്കും? N14 അങ്ങനെ അവിടെ സിന്തസൈസ് ചെയ്യുന്ന പുതിയ സ്ട്രാൻഡാണ് ഈ ഗ്രീൻ. കണ്ടോ, ലേബിലിരിക്കുന്ന കണ്ടില്ലേ, N14 DNA. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത്? രണ്ടും ഉണ്ട്. N14 ഉണ്ട്. ഡോട്ടഡ് DNAs എടുത്ത് നോക്കുമ്പോൾ അവിടെ N14 ഉണ്ട്, N15 ഉണ്ട്. ഈ DNA നമുക്ക് ഹൈബ്രിഡ് DNA എന്ന് വിളിക്കാം. ഹൈബ്രിഡ് DNA ആയതുകൊണ്ട് അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വാസ് ബിറ്റ്വീൻ ഹെവി DNA ആൻഡ് ലൈറ്റ് DNA. സോ വെൻ ആഫ്റ്റർ 20 minutes the DNA extract was centrifuged in a solution containing cesium chloride, it was seen that this hybrid DNA occupied an intermediate position. So this is the hybrid DNA, and hybrid DNA is called as N15 N14. പിന്നെ അവർ എന്ത് ചെയ്തു? ആഫ്റ്റർ another 20 minutes പിന്നെ 20 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തു. പിന്നെ 20 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തത് ആഫ്റ്റർ 40 minutes വീണ്ടും ഈ ബാക്ടീരിയൽ കോളനി മൾട്ടിപ്ലൈ ചെയ്യും. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഈ 2 സ്ട്രാൻഡും അങ്ങ് സെപ്പറേറ്റ് ചെയ്യും. ഈ 2 സ്ട്രാൻഡും അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്യും. 2 സ്ട്രാൻഡ്സും സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സ്ട്രാൻഡും ഓരോ ടെംപ്ലേറ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നു. അപ്പോൾ നോക്കിക്കേ, 2 റെഡ് സ്ട്രാൻഡുകളും സെപ്പറേറ്റ് ചെയ്തു അല്ലേ? അപ്പോൾ 2 റെഡ് സ്ട്രാൻഡും ഓരോ ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് ഫങ്ഷൻ ചെയ്യും. പുതിയതായിട്ട് സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യും. N14 മീഡിയത്തിൽ വളരുന്നത് കൊണ്ട് പുതിയതായിട്ട് സിന്തസൈസ് ചെയ്യുന്ന DNA ഏത് നൈട്രജൻ്റെ ഐസോട്ടോപ്പാണ് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്? N14 ഐസോട്ടോപ്പാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന DNA N15 N14 DNA ആയിരിക്കും. ഇറ്റ് ഇസ് കോൾഡ് ഹൈബ്രിഡ് DNA. പിന്നെ ഈ ഗ്രീൻ ആയിട്ടുള്ള സ്ട്രാൻഡാണ്, അത് N14 തന്നെയാണ്. പുതിയ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുന്നതും N14 മീഡിയത്തിൽ വെച്ച് തന്നെയാണ്. അതുകൊണ്ട് അതിനെ N14 DNA എന്ന് വിളിക്കാം. ഇറ്റ് ഇസ് കോൾഡ് ആസ് ലൈറ്റ് DNA. ഇതിനെ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്തപ്പോൾ എവിടെയാണ് അത് ഒക്കുപ്പൈഡ് എ പൊസിഷൻ? എവിടെയാണ്? മിഡിലായിട്ടുള്ള പൊസിഷനിലും മേളിലായിട്ടും. മിഡിലായിട്ടുള്ള പൊസിഷനുള്ളത് എന്താണ്? ഹൈബ്രിഡ് DNA ആണ്. മേളിലായിട്ടുള്ളത് എന്താണ്? ലൈറ്റ് DNA ആണ്. അപ്പോൾ this result proved beyond doubt that DNA replicates by semi-conservative method. അപ്പോൾ 3 റിസൾട്ടുകളാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. സെൻട്രിഫ്യൂജ് ചെയ്തപ്പോൾ N15 ഹെവി DNA, N15 N14 എന്താണ്? ഹൈബ്രിഡ് DNA, ആൻഡ് ഇവിടെ 50% ഹൈബ്രിഡ് DNA and 50% light DNA. So I think the topic is clear, and now we'll move to the next talk. So this experiment was done by Messelson and Stahl in the year 1958. Matthew Messelson and Franklin Stahl in the year 1958. ഇനി നമുക്ക് Messelson and Stahl experiment ഒരു animation കാണാം. The Messelson and Stahl experiment provides evidence for semi-conservative replication of the DNA molecule, where the 2 parent strands serve as the template for synthesis of new strands. In this experiment, bacterial cells were grown for several generations on a medium containing a heavy isotope of nitrogen, N15. The DNA in these cells therefore contained heavy N15 nitrogen. The cells were then transferred to a new medium containing the normal lighter isotope, N14. At various times after the transfer, samples of the bacteria were collected. The DNA was then extracted and dissolved in a solution of cesium chloride. The samples were then spun rapidly in a centrifuge. When the cesium chloride is centrifuged at high speed, a concentration gradient is established in the tube.
DNA molecules move in the gradient until they reach a place where their density equals that of the cesium. DNA containing N14 moved to a position in the gradient determined by its density. DNA containing N15 is denser than that containing N14, so it sank to a lower position in the cesium gradient. After one generation in N14 medium, the bacteria yielded a single band of DNA with a density between that of N14 DNA and N15 DNA, indicating that only one strand of each duplex contained N15. After two generations in N14 medium, two bands were obtained, one of intermediate density, in which one of the strands contained N15, and one of low density, in which neither strand contained N15. Meselson and Stahl concluded that replication of the DNA duplex involves building new molecules by separating parent strands and then adding new nucleotides to form the complementary strand on each of these templates. ഈ എക്സ്പെരിമെന്റിന് ശേഷം വെരി സിമിലർ എക്സ്പെരിമെന്റ്സ് ഇൻവോൾവിംഗ് യൂസ് ഓഫ് റേഡിയോആക്റ്റീവ് തൈമിഡീൻ ടു ഡിറ്റക്ട് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ന്യൂലി സിന്തസൈസ്ഡ് DNA in the chromosomes was performed on Vicia faba beans. Vicia faba beans by Taylor and his colleagues in the year 1958. വേറൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു performed by Taylor and colleagues in the year 1958 in faba beans. This experiment also proved beyond doubt that DNA in chromosomes also replicate semi-conservative വഴിയാണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നതെന്ന് പ്രൂവ് ചെയ്യുന്ന വേറൊരു സയൻറ്റിസ്റ്റാണ്, വേറൊരു എക്സ്പെരിമെൻ്റ് ആണ് ഈ ഫാബ ബീൻസിൽ പെർഫോം ചെയ്തത്. ബൈ വിച്ച് സയൻറ്റിസ്റ്റ്? ബൈ ടൈലർ ആൻഡ് ഹിസ് കൊളീഗ്സ്. Okay dear students, so now we are moving to the next topic and we are going to study the process of replication of DNA. What is the role of enzymes in the process of replication of DNA? DNAയുടെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചായിരുന്നു. DNA എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇറ്റ് ഈസ് ഡബിൾ സ്റ്റാൻഡേർഡ്. ഇറ്റ് ഹാസ് ഗോട്ട് ദി ഷേപ്പ് ഓഫ് എ ലാഡർ ആൻഡ് ഇറ്റ് ഈസ് സ്പൈറലി ട്വിസ്റ്റഡ്. And for DNA to replicate, at first what happens? The hydrogen bonds between the two strands break. രണ്ട് സ്ട്രാൻഡുകൾ തമ്മിലുള്ള ആ ഹൈഡ്രജൻ ബോണ്ട്സ് അങ്ങോട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇതങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്യും. എവിടെ നിന്നാണോ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ദ പ്ലേസ് ഫ്രം വെയർ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട്, ഇറ്റ് ഈസ് കോൾഡ് ആസ് ദി ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ആ പോയിന്റിൽ നിന്നും നമ്മുടെ സിബ് ഇങ്ങനെ അൺവൈൻഡ് ചെയ്യുന്ന പോലെ ആ രണ്ട് സ്ട്രാൻഡും അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്യും. അങ്ങനെ രണ്ട് സ്ട്രാൻഡും സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫോർക്ക് ലൈക്ക് അപ്പിയറൻസ് ആയിരിക്കും. ആ ഫോർക്ക് ലൈക്ക് അപ്പിയറൻസിനെയാണ് റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയുന്നത്. ഇനി ഈ DNA-യുടെ റെപ്ലിക്കേഷൻ നടത്താൻ വേണ്ടി ധാരാളം എൻസൈംസ് ഇൻവോൾവ് ആണ്. ആദ്യം ഞാൻ പറഞ്ഞു ഹൈഡ്രജൻ ബോണ്ട്സ് തമ്മിൽ ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ആ ഹൈഡ്രജൻ ബോണ്ട്സ് ബ്രേക്ക് ചെയ്യണം. ഹൈഡ്രജൻ ബോണ്ട്സ് ബ്രേക്ക് ചെയ്താലേ ആ DNA-യുടെ സ്ട്രാൻഡ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെ ആ DNA-യുടെ സ്ട്രാൻഡ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് unwinding of the strand എന്ന് പറയുന്നത്. It is like the unzipping of the zip. So for the process of replication of DNA, a number of enzymes are involved, and one of the most important enzyme that is involved in the process of replication of DNA is called as the DNA helicase. ഇതാണ് DNA helicase. എന്താണ് ഈ DNA helicase-ന്റെ ഫംഗ്ഷൻ? ഈ രണ്ട് സ്ട്രാൻഡുകളും തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ട്സ് ബ്രേക്ക് ചെയ്ത് ഈ സ്ട്രാൻഡിനെ തമ്മിൽ ഇങ്ങനെ അങ്ങ് സെപ്പറേറ്റ് ചെയ്യുക. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തപ്പോൾ കണ്ടില്ലേ ഒരു വൈ ഷേപ്പ് സ്ട്രക്ചർ കിട്ടി. ഈ വൈ ഷേപ്പ് സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് റെപ്ലിക്കേഷൻ ഫോർക്ക്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ, വാട്ട് ഈസ് റെപ്ലിക്കേഷൻ ഫോർക്ക്? ഒരു എൻസൈമിൻ്റെ റോള് പറഞ്ഞു. എന്താണ്? DNA helicase. എന്താണ് DNA ഹെലിക്കേസിൻ്റെ ഫങ്ഷൻ? ഇറ്റ് ബ്രേക്സ് ദി ഹൈഡ്രജൻ ബോണ്ട്സ് ആൻഡ് ഹെൽപ്സ് ടു സെപ്പറേറ്റ് ദ ടു DNA strands. രണ്ട് DNA സ്ട്രാൻഡിനെ സെപ്പറേറ്റ് ചെയ്യാൻ അനുവദിക്കുന്നു. ആൻഡ് ദാറ്റ് എൻസൈം ഈസ് കോൾഡ് ആസ് ദി DNA helicase. അപ്പോൾ രണ്ട് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് കിട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഇത് രണ്ട്
സ്റ്റാൻഡ്. ഇനി ഈ ടെംപ്ലേറ്റ് സ്റ്റാൻഡിലുള്ള നൈട്രജൻ ബേസിന് കോംപ്ലിമെൻ്റ് ആയിട്ട് ബേസ്ഡ് ഓൺ ദി റൂൾ ഓഫ് കോംപ്ലിമെൻറ്റാരിറ്റി ഓഫ് ബേസസ് nitrogen base should be added one by one, or deoxyribonucleotides should be added one by one. അങ്ങനെ ഈ ടെംപ്ലേറ്റ് സ്റ്റാൻഡിനുള്ള നൈട്രജൻ ബേസിന്റെ സീക്വൻസിന് കോംപ്ലിമെന്റ് ആയിട്ട് ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സിനെ 1 by 1 ആയിട്ട് ആഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻസൈം ഉണ്ട്. ആൻഡ് ദാറ്റ് എൻസൈം ഇസ് കോൾഡ് ആസ് DNA dependent DNA polymerase. DNA dependent DNA polymerase. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറയുന്ന രണ്ടാമത്തെ എൻസൈമാണ് DNA dependent DNA polymerase. അല്ലേ? വൺ ഓഫ് ദി മോസ്റ്റ് അനദർ ഇമ്പോർട്ടൻറ്റ് എൻസൈം ഇൻ ദ പ്രോസസ് ഓഫ് റെപ്ലിക്കേഷൻ ഓഫ് DNA. അതെന്താണ് ചെയ്യുന്നത്? ഇറ്റ് ആഡ്സ് ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ് 1 by 1 ഇൻ ദി 5'3' ഡയറക്ഷൻ. അതാണ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം നമുക്കത് നോക്കാം. എന്താണ് ഈ 5'3' ഡയറക്ഷൻ എന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ആ ടെക്സ്റ്റിലുള്ള ഒരു പടം തന്നെയാണ്. ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA സെപ്പറേറ്റ് ചെയ്ത് ഒരു റെപ്ലിക്കേഷൻ ഫോർക്കിൻ്റെ പടമാണ്. ഈ DNA-യുടെ സ്ട്രാൻഡുകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ സഹായിച്ച എൻസൈം, വിച്ച് വാസ് ദ എൻസൈം വിച്ച് ഹെൽപ്ഡ് ടു സെപ്പറേറ്റ് or to unwind the strand, which was the enzyme? The enzyme was DNA helicase. Now we have got two template strands, and in both the template strand, based on complementarity of bases, deoxyribonucleotide should be added one by one, and this is done with the help of another enzyme, and that enzyme is called as DNA dependent DNA polymerase. What is that enzyme called? That enzyme is called as DNA dependent DNA polymerase. ഈ DNA dependent DNA polymerase എന്ത് ചെയ്യുന്നു? It can add deoxyribonucleotides only in the 5'3' direction. അതിന് 5'3' ഡയറക്ഷനിൽ മാത്രമേ ഡിയോക്സിറൈബോന്യൂക്ലിയോടൈഡ്സ് 1 by 1 ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലായാൽ പിന്നെ വളരെ ഈസിയാണ് അത് ഓർത്തിരിക്കുക. നോക്കിക്കേ, രണ്ട് DNA-യുടെ സ്ട്രാൻഡുകൾ, ഈ ലൈറ്റ് ബ്ലൂ ആയിട്ട് വരച്ചിരിക്കുന്ന രണ്ട് DNA-യുടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ദ സ്ട്രാൻഡ്സ് ആർ ആൻറ്റി പാരലൽ. ആൻറ്റി പാരലൽ എന്ന് പറയാൻ കാരണം എന്താണ്? ദ 5' end, this is the 5' end. The 5' end will be facing the 3' end. ഇവിടെ 5th കാർബൺ ആറ്റം ഫ്രീ ആണ്, ഇവിടെ 3rd കാർബൺ ആറ്റം ഫ്രീ ആണ്. ഇവിടെ 5th കാർബൺ ആറ്റം ഫ്രീ ആണെങ്കിൽ ഓപ്പോസിറ്റ് എൻഡിൽ 3rd കാർബൺ ആറ്റം ഫ്രീ ആയിരിക്കും. അപ്പോൾ ഈ ഈ DNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസ് എന്ന് പറഞ്ഞ എൻസൈമിന് ഒരു പ്രത്യേകത ഉണ്ട്. അതിന് ഡിയോക്സിറൈബോന്യൂക്ലിയോടൈഡ്സ് 5'3' ഡയറക്ഷനിൽ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് 5'3' ഡയറക്ഷൻ. അത് ഓർത്തിരുന്നാണ് 53 ഡയറക്ഷൻ, 5'3' ഡയറക്ഷൻ, 5' ആരോ 3' ഡയറക്ഷൻ. ആ ഡയറക്ഷനിൽ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഡയറക്ഷനിൽ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ഏതായിരിക്കും? 3' 5' ഡയറക്ഷനിൽ ഇരിക്കുന്ന ഈ സ്ട്രാൻഡാണ് അതിൻ്റെ ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. അപ്പോൾ ഈ ടെംപ്ലേറ്റ് സ്റ്റാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ട് deoxyribonucleotides are added 1 by 1 in the 5'3' direction. ഇനി തൊട്ടപ്പുറത്തെ സ്റ്റാൻഡിൽ നോക്കിക്കേ, ഇവിടെ 5' ആണ്, അപ്പോൾ ഇവിടെ 3'. ഇതിന് 5'3' ഡയറക്ഷനിൽ മാത്രമേ deoxyribonucleotides 1 by 1 ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ സ്ട്രാൻഡിൽ deoxyribonucleotides ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എന്നാലേ ആൻറ്റി പാരലായിട്ട് വരത്തുള്ളൂ. സോ ഇൻ ദി അതർ സ്ട്രാൻഡ് deoxyribonucleotides are added 1 by 1 from this position on 5'3'. 5'3'. അപ്പോൾ ഈ രണ്ട് സ്ട്രാൻഡ് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ the deoxyribonucleotides are added 1 by 1 in the 5'3' direction continuously. എന്തുകൊണ്ടാണ്? ഇതിന് എപ്പോഴും ഒരു 3' end ഫ്രീ ആയിട്ടുണ്ട്. ആ 3' എൻഡിലോട്ട് വീണ്ടും deoxyribonucleotides 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്ട്രാൻഡ് അങ്ങ് സിന്തസൈസ് പോകും.
ഇപ്പോൾ ഇവിടം വരെ ഓപ്പൺ ആയിട്ടുള്ളൂ. ഇവിടം വന്നു കഴിയുമ്പോൾ വീണ്ടും DNA ഹെലിക്കേസ് ഈ ഹൈഡ്രജൻ ബോണ്ട്സ് അങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് ഇതിനെ വീണ്ടും അൺവൈൻഡ് ചെയ്യും. അപ്പം ഈ എൻസൈം എന്ത് ചെയ്യും? DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് എൻസൈം എന്ത് ചെയ്യും? 5'3' ഡയറക്ഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഈ സ്ട്രാൻഡിൽ അപ്പോൾ ഇങ്ങനെ 5'3' ഡയറക്ഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്ട്രാൻഡിന് വേറൊരു പേരുണ്ട്. ആ സ്ട്രാൻഡിന് പറയുന്ന പേരാണ് ലീഡിങ് സ്ട്രാൻഡ്. ഇനി അടുത്ത സ്ട്രാൻഡ് ഞാൻ പറഞ്ഞു ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ആഡ് ചെയ്യുന്നത്. കാരണം ഇത് 5' എൻഡാണ്, 5' എൻഡാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഈ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ആ ടെംപ്ലേറ്റ് സ്റ്റാൻഡിൻ്റെ ഈ എൻഡിൽ നിന്നും ആഡ് ചെയ്യും 5'3'. നേരത്തെ വളരെ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ളൂ, അതുകൊണ്ട് ഇവിടുന്ന് ഇവിടം വരെ ആഡ് ചെയ്തു. പിന്നെയും ടെംപ്ലേറ്റ് സ്റ്റാൻഡ് കിട്ടിയപ്പോൾ ആ DNA ഡിപ്പെൻഡ് DNA പോളിമറൈസ് എൻസൈം ഇവിടെ വന്ന് വീണ്ടും ഇങ്ങനെ ആഡ് ചെയ്തു. പിന്നെയും അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തപ്പോൾ ദാ ഇവിടെ നിന്നും ഇങ്ങോട്ട് ആഡ് ചെയ്തു. പിന്നെയും ഈ സ്ട്രാൻഡ് അൺവൈൻഡ് ചെയ്യുമ്പോൾ ഇവിടെ നിന്നും ഇങ്ങോട്ട് ആഡ് ചെയ്യും. അതിനൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഇവിടെ വരുമ്പോൾ തീർന്നു, പിന്നെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു 3' എൻഡ് ഇല്ല, ഇങ്ങോട്ട് പോകാൻ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ഇല്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, കണ്ടിന്യൂസ് ആയിട്ട് ടെംപ്ലേറ്റ് സ്റ്റാൻഡ് കിടക്കുവാണ്. ഇവിടെ ഇങ്ങനെ തുറന്നു കൊടുക്കണം. അപ്പോൾ തുറന്നു കൊടുക്കുമ്പോൾ ഓരോ പ്രാവശ്യവും DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് എൻസൈം ഇവിടെ വന്ന് ബൈൻഡ് ചെയ്തിട്ട് 5'3' ഡയറക്ഷനിൽ ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സിനെ 1 by 1 ആയിട്ട് ആഡ് ചെയ്യും. അത്രയും പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പോൾ ഈ രണ്ട് സ്റ്റാൻഡിൽ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? In one strand, deoxyribonucleotides are added in a continuous manner, and that strand is called as the leading strand. And in the other strand, deoxyribonucleotides are added in a discontinuous manner in the 5'3' direction. The deoxyribonucleotides are added as short stretches, ചെറിയ സ്ട്രെച്ചുകളായിട്ടാണ് ആഡ് ചെയ്യുന്നത്. ആൻഡ് ദിസ് സ്ട്രാൻഡ് ഈസ് കോൾഡ് ആസ് ദി ലാഗിങ് സ്ട്രാൻഡ്. ലാഗിങ് എന്ന് പറഞ്ഞാൽ പുറയിൽ കിടക്കുക. സോ ദിസ് സ്ട്രാൻഡ് ഇസ് കോൾഡ് ആസ് ദി ലീഡിങ് സ്ട്രാൻഡ് ആൻഡ് ദിസ് സ്ട്രാൻഡ് ഇസ് കോൾഡ് ആസ് ദി ലാഗിങ് സ്ട്രാൻഡ്. ലീഡിങ് സ്ട്രാൻഡ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സിന്തസൈസ് ചെയ്തു പോകും. ഈ സ്ട്രാൻഡ് ഷോർട്ട് സെഗ്മെന്റ്സ് ആയിട്ടായിരിക്കും സിന്തസൈസ് ചെയ്ത്. അങ്ങനെയുള്ള ഈ ഷോർട്ട് ഫ്രാഗ്മെന്റ്സിനൊരു പേരുണ്ട്, and that name is called as the Okazaki fragments, and these fragments are called as the Okazaki fragments. ഇത് ഇനി ഈ DNA ഇങ്ങനെ ഫ്രാഗ്മെന്റഡ് ആയിട്ട് ഇരുത്തിയാൽ മതിയോ? ഇല്ല, ഈ ഫ്രാഗ്മെന്റ്സ് തമ്മിൽ ഒട്ടിക്കാൻ വേണ്ടി ഒരു മോളിക്കുലർ ഗ്ലൂ ഉണ്ട്, ഒരു എൻസൈം ഉണ്ട്. ഒട്ടിക്കലാണ് അതിൻ്റെ ഫംഗ്ഷൻ, ആൻഡ് ദാറ്റ് എൻസൈം ഇസ് കോൾഡ് ആസ് DNA ligase. മൂന്നാമത്തെ എൻസൈം വരുന്നു. എന്താണ് DNA ligase? എന്താണ് DNA ligase ഫംഗ്ഷൻ? DNA ligase ഈ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിനെ ഒന്നിനെ മറ്റൊന്നുമായിട്ട് അങ്ങ് യോജിപ്പിക്കും. ഒരു മോളിക്കുലർ ഗ്ലൂ ആണ്, പശയാണ് DNA ligase. ആ DNA ligaseന്റെ സഹായത്തോടുകൂടി 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് ഇതിനെ ഒരു സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രാൻഡ് ആയിട്ട് മാറ്റും. ഇപ്പോൾ ഈ പടം നോക്കുമ്പോൾ കുറേ പോയിന്റ്സ് നമുക്ക് ഓർത്തിരിക്കാം. ഒന്ന്, എന്താണ് റെപ്ലിക്കേഷൻ ഫോർക്ക്, അത് ഓർത്തിരുന്നോണം. വാട്ട് ഈസ് എ ലീഡിങ് സ്ട്രാൻഡ്, വാട്ട് ഈസ് എ ലാഗിങ് സ്ട്രാൻഡ്, ആൻഡ് വാട്ട് ആർ ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ്. പിന്നെ എൻസൈംസ് ഏതൊക്കെയാണ് ഇൻവോൾവ്? അൺവൈൻഡിങ് ഓഫ് ദ സ്ട്രാൻഡ്, DNA ഹെലിക്കേസ്, ഡിയോക്സിറൈബോന്യൂക്ലിയോടൈഡ്സിനെ 1 by 1 ആയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള എൻസൈം എന്ന DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ്. പിന്നെ ഈ ഷോർട്ട് ഫ്രാഗ്മെന്റ്സിനെ തമ്മിൽ ഒട്ടിക്കാൻ വേണ്ടിയുള്ള മോളിക്കുലർ ഗ്ലൂ ഏതാണ്? DNA ligase. ഇപ്പോൾ DNA ligase എന്ത് ചെയ്യുന്നു? ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് സിന്തസൈസ് ചെയ്ത ഫ്രാഗ്മെന്റ്സിനെ ജോയിൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് DNA ligase. സോ പരീക്ഷയ്ക്ക് ചോദിക്കാം, what are the enzymes involved in the process of DNA replication? നമുക്ക് ഹയർ സെക്കൻഡറിയിൽ പഠിക്കാനുള്ള എൻസൈംസ് മാത്രം പറഞ്ഞു പോകാം. 1, helicase, unwinding of the enzyme for DNA double strand. Unwinding enzyme for DNA double strand. DNA double strand unwind ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണ് DNA helicase. പിന്നെന്താണ്? DNA polymerase is the major enzyme of DNA replication. It can link free DNA nucleotides to form complementary strand of DNA. Deoxyribonucleotides-നെ 1 by 1 ആയിട്ട് ലിങ്ക് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണ് DNA polymerase. ഏത് ഡയറക്ഷനിലായിരിക്കും? 53 ഡയറക്ഷൻ, 5'3' ഡയറക്ഷൻ. പിന്നെ
മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻസൈം ഏതാണ്? DNA ligase can join together short sections of newly synthesized polynucleotide chain. The DNA ligase can join together short sections of newly synthesized polynucleotide chain. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം ഒരു ആനിമേഷൻ്റെ സഹായത്തോടുകൂടി ഒന്നും കൂടി ഒന്ന് സമ്മറൈസ് ചെയ്യാൻ പോകണം. ഇവിടെ നിങ്ങൾ ഈ കാണുന്നത് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ആണ്. അതിനെ ഹെലിക്കേസ് എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ സഹായത്തോടുകൂടെ ആ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA നമ്മൾ അൺവൈൻഡ് ചെയ്തു. കണ്ടോ, അൺവൈൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ഇതിനെ നമ്മൾ റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയും. ഇനി ഈ റെപ്ലിക്കേഷൻ ഫോർക്കിൽ രണ്ട് സ്ട്രാൻഡുകളുണ്ട്. ഇത് ഒരു സ്ട്രാൻഡ്, ഇത് രണ്ടാമത്തെ സ്ട്രാൻഡ്. ഇനി ഇവിടെ എങ്ങനെയാണ് ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ് ഒക്കെ 1 by 1 ആയിട്ട് ആഡ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈംസ്, പല എൻസൈംസ് ഇവിടെ കാണുന്നുണ്ടെങ്കിലും നമ്മൾ ആ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളെ ഇന്ന് പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു എൻസൈം ഇതിൻ്റെ റോള് നോക്കണം. DNA ഹെലിക്കേസ്, ദെൻ DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ്, പിന്നെ DNA ലിഗേസ്. ഇത്രയും എൻസൈംസിൻ്റെ ഫങ്ഷനിങ് ആണ് നമ്മൾ മെയിനായിട്ടും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഈ ആനിമേഷൻ ഒന്ന് വാച്ച് ചെയ്യുക. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഈ ആനിമേഷൻ്റെ സഹായത്തോടുകൂടി ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്ന എന്താണ്? ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA. ഹൈഡ്രജൻ ബോണ്ട്സ് തമ്മിൽ ഈ രണ്ട് സ്റ്റാൻഡുകളും കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഏത് എൻസൈമാണ് ഇവിടെ വരേണ്ടത്? DNA ഹെലിക്കേസ് എന്ന് പറഞ്ഞ DNA ഡിപ്പെൻഡൻറ്റ് DNA ഹെലിക്കേസ് എന്ന് പറഞ്ഞ എൻസൈം ഇവിടെ വന്ന് ഈ രണ്ട് സ്ട്രാൻഡിനെ തമ്മിൽ അൺവൈൻഡ് ചെയ്യണം. നമുക്ക് നോക്കാം. കണ്ടോ, ഈ കാണുന്നതാണ് ആ DNA ഹെലിക്കേസ്. അത് വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്ത് ഈ രണ്ട് സ്ട്രാൻഡ്സും തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ട്സ് ബ്രേക്ക് ചെയ്ത് ഒരു റെപ്ലിക്കേഷൻ ഫോർക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇതിനെ റെപ്ലിക്കേഷൻ ഫോർക്ക്. നമ്മൾ DNAയുടെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ പഠിച്ചാണ് ബോത്ത് സ്ട്രാൻഡ്സ് ആർ ആൻറ്റി പാരലൽ. ഇത് 3' എൻഡ്, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്താണ്? 5' എൻഡ്. ഇവിടെ 3' എൻഡ് വരുവാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റിൽ എന്ത് കാണും? 5' എൻഡ് കാണും. ഇവിടെ 5' എൻഡ് വരുവാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റിൽ എന്ത് കാണും? 3' എൻഡ് കാണും. ഇനി രണ്ട് ടെംപ്ലേറ്റ് സ്റ്റാൻഡ് കിട്ടി. ഈ രണ്ട് ടെംപ്ലേറ്റ് സ്റ്റാൻഡിലും ഇനി ഇതിൻ്റെ ബേസിൻ്റെ കോംപ്ലിമെൻറ്റാരിറ്റി നോക്കി അതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് നൈട്രജൻ ബേസ് അല്ലെങ്കിൽ ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സിനെ 1 by 1 ആയിട്ട് ആഡ് ചെയ്യണം. അങ്ങനെ 1 by 1 ആയിട്ട് ആഡ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈം ഏതാണ്? DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ്. DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ് എൻസൈമിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് 5' 3' ഡയറക്ഷനിൽ മാത്രമേ ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ് 1 by 1 ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 5' 3' ഡയറക്ഷനിൽ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് എങ്ങനെ ആയിരിക്കണം? 3' ആയിരിക്കണം. 3' ആണെങ്കിൽ അതിന് 5' 3' ഡയറക്ഷനിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെയും അതേപോലെ തന്നെ ഇത് 5' ആണ്. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിന് 53 ഡയറക്ഷനിൽ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഇവിടുന്ന് തുടങ്ങണം. 3' ഇതിൻ്റെ 3' ഇവിടെ ആയിരിക്കുമല്ലോ. ഇത് ഈ എൻ്റെ 5' ആണെങ്കിൽ ഇവിടെ ആയിട്ട് 3' വരും. അപ്പോൾ അത് ഇങ്ങനെ ആഡ് ചെയ്യത്തുള്ളൂ. നമുക്ക് നോക്കാം. DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ് എന്ത് ചെയ്യുന്നത്? എന്താ അത്? ഹെലിക്കേസ് അൺവൈൻഡ് ചെയ്യുന്നു. കണ്ടോ, DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്ത് 53 ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നു? ഒരു പുതിയ സ്ട്രാൻഡ് അങ്ങോട്ട് സിന്തസൈസ് ചെയ്യുന്നു. കണ്ടോ, ആ പുതിയ സ്ട്രാൻഡാണ് ഇത് ഈ ബ്ലൂ കളറിലായിട്ട് കാണുന്നത്. അത് ഏത് ഡയറക്ഷനിലാണ്? 5' 3' ഡയറക്ഷനിലാണ് അത് സിന്തസൈസ് ചെയ്യുന്നത്. നോക്കിക്കേ, അതിങ്ങനെ സിന്തസൈസ്. അപ്പോൾ ഈ സ്ട്രാൻഡിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? വി കോൾ ഇറ്റ് ആസ് ദി ലീഡിങ് സ്ട്രാൻഡ്. ഇവിടെ ലീഡിങ് സ്ട്രാൻഡിൽ DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സിന്തസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ് ഇവിടെ നിന്നും ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഷോർട്ട് ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ടാണ് അത് ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സിനെ 1 by 1 ആയിട്ട് ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കുറച്ച് എൻസൈംസ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ തൽക്കാലം ആ എൻസൈംസിനെ പറ്റി മെൻഷൻ ചെയ്യുന്നില്ല. നോക്കിക്കേ, ആനിമേഷൻ നോക്കിക്കേ. ലാഗിങ് സ്ട്രാൻഡ്, അവിടെ
DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ് നോക്കിയാ DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ് എൻസൈം വന്നു അറ്റാച്ച് ചെയ്ത് കണ്ടോ ഒരു ഷോർട്ട് സെഗ്മെൻറ്റ് ഓഫ് ഡിയോക്സി റൈബോന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്തു. ഇനിയും അതെന്ത് ചെയ്യുന്നു നോക്കിക്കേ, ആ ഷോർട്ട് സെഗ്മെൻറ്റ്സ് ഓഫ് ഡിയോക്സി റൈബോന്യൂക്ലിയോടൈഡ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണ് DNA ലിഗേസ്. നോക്കിക്കേ, DNA ലിഗേസ് വന്ന് എന്ത് ചെയ്യുന്നു, ആ ഷോർട്ട് ഫ്രാഗ്മെൻറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യിക്കുന്നു. മോളിക്കുലർ ഗ്ലൂ DNA ലിഗേസ്. വീണ്ടും DNA ഡിപ്പെൻഡൻറ്റ് പോളിമറേസ് വരുന്നു, അത് ഷോർട്ട്സ് ഫ്രാഗ്മെൻറ്റ്സ് അവിടെ നിർമ്മിക്കുന്നു. DNA ലിഗേസ് വന്ന് അത് തമ്മിൽ ബൈൻഡ് ചെയ്യുന്നു. കണ്ടോ? അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് DNA സ്ട്രാൻഡ് ഇങ്ങനെ സിന്തസൈസ് ചെയ്യുന്നു, DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ്. അതുകൊണ്ട് ഇതിനെ ലീഡിങ് സ്ട്രാൻഡ് എന്ന് വിളിക്കുന്നു. ഇവിടെ കണ്ടില്ലേ, ഷോർട്ട് ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ടാണ് DNA പോളിമറേസ്. ഇതേ എൻസൈം ഇവിടെ കണ്ടോ ചെറിയൊരു ഫ്രാഗ്മെൻ്റ് ആയിട്ട് സിന്തസൈസ് ചെയ്യുന്നു, പിന്നെ DNA ലിഗേസ് വന്ന് അതിൽ തമ്മിൽ ബൈൻഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. സോ വിച്ച് ആർ ദി എൻസൈംസ് വിച്ച് ആർ ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഓഫ് റെപ്ലിക്കേഷൻ ഓഫ് DNA? 1 ഹെലിക്കേസ്, 2 DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ് ആൻഡ് 3 DNA ലിഗേസ്. നമുക്ക് ജസ്റ്റ് അതൊന്ന് ഒന്ന് കണ്ടു നോക്കാം. കണ്ടോ, അൺവൈൻഡ് ചെയ്തു ഹെലിക്കേസ്. ഇനി ഇവിടെ നോക്കിക്കേ, DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ് വന്ന് ബൈൻഡ് ചെയ്തു, കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് സിന്തസൈസ് ചെയ്യുന്നു, ലീഡിങ് സ്ട്രാൻഡ് എന്ന് വിളിക്കുന്നു. അതേ സമയത്ത് ഇവിടെ ഇത് 53 ഡയറക്ഷനാണ്, ഇവിടെയും 53 ഡയറക്ഷനാണ്. അതിനുവേണ്ടി വേറൊരു DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ് എൻസൈം വന്ന് ഈ സ്ട്രാൻഡിൽ വന്ന് ബൈൻഡ് ചെയ്ത് ഒരു ഷോർട്ട് സെഗ്മെൻ്റ് അങ്ങോട്ട് 53 ഡയറക്ഷനിൽ നിർമ്മിക്കുന്നു. അതിനെ ആ ഷോർട്ട് ഫ്രാഗ്മെൻറ്റിനെ നമ്മൾ എന്ത് പറയുന്നു? ഇറ്റ് ഈസ് കോൾഡ് ആസ് ദി ലാഗിങ് സ്ട്രാൻഡ്. നോക്കിക്കേ, ഇപ്പോഴാണ് DNA പോളിമറേസ് വന്നു, അതൊരു ഷോർട്ട് ഫ്രാഗ്മെൻറ്റ് സിന്തസൈസ് ചെയ്യുന്നു. ഈ രണ്ട് ഫ്രാഗ്മെൻറ്റ്സ് തമ്മിൽ ഇനി നമുക്ക് എന്ത് ചെയ്യണം? അവർ തമ്മിൽ മോളിക്കുലർ ഗ്ലൂവിൻ്റെ സഹായത്തോടുകൂടി ഒട്ടിക്കണം. അങ്ങനെ ഈ രണ്ട് ഫ്രാഗ്മെൻറ്റ്സിനെ തമ്മിൽ മോളിക്കുലർ ഗ്ലൂവിൻ്റെ സഹായത്തോടുകൂടി ഒട്ടിക്കാൻ സഹായിക്കുന്ന എൻസൈമാണ് DNA ലിഗേസ്. So here we can see that in one strand the DNA strand is synthesized continuously and in the other strand it is synthesized discontinuously. അപ്പോൾ ജസ്റ്റ് ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ട് തോന്നും, എന്നാലും ഈ വീഡിയോ കൂടി കണ്ടതോടുകൂടി I think it is little bit clear. So again we will once again discuss the mechanism of replication of DNA. And for the process of replication of DNA, a number of proteins are involved or a number of enzymes are involved. In this video, we will be discussing about only 3 enzymes which helps in the process of replication of DNA. Even though there are a number of enzymes which are involved in the process of replication of DNA, in this video we will be dealing about 3 enzymes. And the 3 enzymes are DNA helicase, DNA polymerase and DNA ligase. We will be studying about the role of these 3 enzymes using this animation once again. And for the process of replication, I told you that a number of enzymes are involved or a number of proteins are involved. The different proteins involved in the process of replication of DNA include DNA helicase, SSBs, topoisomerase, primases, DNA polymerases, sliding DNA clamps, RNase-H and DNA ligase. ഇത്രയും എൻസൈംസ് ഇൻവോൾവ് ആണ്. പക്ഷെ നമുക്ക് 3 എൻസൈംസിൻ്റെ റോള് പഠിച്ചാൽ മതി. സോ വിൽ ബി സ്റ്റഡിങ് അബൌട്ട് ദ റോൾ ഓഫ് DNA helicase, DNA polymerases and DNA ligase in this video. So first we will study about the role of DNA helicases. വളരെ ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്യുക. ഈ അനിമേഷൻ കണ്ടു കഴിഞ്ഞാൽ then this topic will be 100% thorough.
So what is the role of DNA helicases? എന്താണ് ഈ DNA helicasന്റെ റോൾ? അൺവൈൻഡിങ് ഓഫ് ദി ഡബിൾ സ്റ്റാൻഡേർഡ് DNA. ഡബിൾ സ്റ്റാൻഡേർഡ് DNA, ഇതാണ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA. ഇതിൻ്റെ ഹൈഡ്രജൻ ബോണ്ട്സ് ബ്രേക്ക് ചെയ്ത് എന്ത് ചെയ്യണം? ഇതിനെ അൺവൈൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം ആ DNA ഹെലിക്കേസ് ആ റോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നോക്കിക്കേ, ഡബിൾ സ്റ്റാൻഡേർഡ് DNAയിൽ വന്ന് അത് ബൈൻഡ് ചെയ്ത് അതിങ്ങനെ അൺറെപ്ലിക്കേറ്റഡ് റീജിയനിലേക്ക് മൂവ് ചെയ്യുന്നു. മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 2 ടെംപ്ലേറ്റ് സ്റ്റാൻഡ് കിട്ടുന്നു. എന്നിട്ട് ഒരു വൈ ഷേപ്പ് സ്ട്രക്ചർ കിട്ടുന്നു. ആ വൈ ഷേപ്പ് സ്ട്രക്ചറിനെയാണ് റെപ്ലിക്കേഷൻ ഫോർക്ക്. അപ്പോൾ ഈ DNA ഹെലിക്കേസ് എന്ന് പറഞ്ഞാൽ എൻസൈം എന്തായിരുന്നു? വാട്ട് ഇറ്റ് ഡു? ഇറ്റ് ബ്രോക്ക് ദി hydrogen bonds between the double stranded DNA and it moved towards the unreplicated regions. It moved in this direction, it moves towards the right side, and as a result we got 2 template strands, and now we have a replication fork. This structure is called as the replication fork. So what is the replication fork? Replication fork is actually the junction between the unreplicated DNA and the 2 template strand. 2 template strandും unreplicated ആയിട്ടുള്ള DNA തമ്മിലുള്ള ജംഗ്ഷനെയാണ് എന്ത് വിളിക്കുന്നത്? We call it as the replication fork. And now we have got 2 template strands. So one template strand, we have studied about the structure of DNA. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? The strands are anti-parallel. ഇവിടെ എന്താണ് ആൻറ്റി പാരലൽ എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ആൻറ്റി പാരലൽ എന്താണെന്ന് മനസ്സിലാക്കിയാലേ ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. What do you mean by anti-parallel? Here, if one end is having is the 5' end, then the opposite strand will be having the 3' end. And that is what is called as the anti-parallel nature. The strands are said to be anti-parallel. The 5' end will be facing the 3' end, and if here this end is the 5' end, then the other end will be the 3' end. And now we studied about the role of DNA helicase. DNA helicase in the role പഠിച്ചു കഴിഞ്ഞു. എന്താണ്? സ്ട്രാൻഡ്സിനെ തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ട്സ് ബ്രേക്ക് ചെയ്ത് 2 ടെംപ്ലേറ്റ് സ്ട്രാൻഡ് കിട്ടി. ഇനി എന്താണ്? ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ ബേസ് ചെയ്ത് ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് ഷുഡ് ബി ആഡഡ് 1 by 1. And that is done with the help of another enzyme. Which enzyme? Which is the enzyme? The enzyme is DNA polymerase. DNA polymerase ന്റെ പ്രത്യേകത എന്താണ്? It can add deoxyribonucleotides only in the 5'3' direction. അത് deoxyribonucleotides-നെ 5'3' ഡയറക്ഷനിൽ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് 3' ആണ്. ഈ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ഇവിടെ ഗ്രേ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് 3' എൻഡിലാണെങ്കിൽ ദാ ഇവിടെ നിന്നും ഇങ്ങോട്ട് മാത്രമേ ഈ DNA പോളിമറേസ് എന്ന് പറഞ്ഞ എൻസൈം ഡിയോക്സി റൈബോന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണ്? ഈ എൻഡ് 3' ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റാൻഡ് ഇവിടെ എന്തായിരിക്കും? 5' ആണ്. അപ്പോൾ ഈ DNA പോളിമറേസ് എന്ന് പറഞ്ഞ എൻസൈം ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇറ്റ് ക്യാൻ ആഡ് ഡിയോക്സി റൈബോന്യൂക്ലിയോടൈഡ്സ് ഓൺലി ഇൻ ദി 53 ഡയറക്ഷൻ, 5'3' ഡയറക്ഷൻ. അപ്പോൾ അതെന്ത് ചെയ്യും? ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യുന്നതിന് പകരം അത് ഇവിടെ ബൈൻഡ് ചെയ്യും. ഇവിടെ ബൈൻഡ് ചെയ്തിട്ട് ഈ ഡയറക്ഷനിലേക്ക് ഡിയോക്സി റൈബോന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്യും. ഇപ്പോൾ നമുക്ക് ആ അനിമേഷൻ കാണുമ്പോൾ ദാറ്റ് വിൽ ബി ക്ലിയർ. അടുത്തത് DNA പോളിമറേസ് എന്ന് പറഞ്ഞ എൻസൈം അത് വന്ന് ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ ബൈൻഡ് ചെയ്ത് ഡിയോക്സി റൈബോന്യൂക്ലിയോടൈഡ്സ് 1 by 1 ആയിട്ട് ആഡ് ചെയ്യാൻ പോവാണ്. നോക്കിക്കേ അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന്. DNA polymerase enzyme is going to bind to the template strand and add deoxyribonucleotides 1 by 1 in the 5'3' direction. No. DNA polymerase enzyme വന്ന് ബൈൻഡ് ചെയ്തു and it is moving in this direction, 5'3' direction, and the newly synthesized strand has got a red color. This is the newly synthesized strand. Since it is moving in the 5'3' direction, that means the template strand is having a polarity 3'. ഇവിടെ 3' ആയതുകൊണ്ടാണ് ഇവിടെ 5' തൊട്ട് 3' ഡയറക്ഷനിൽ പുതിയ ന്യൂക്ലിയോടൈഡ്സിനെ ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സിനെ 1 by 1 ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത്.
അപ്പോൾ ഈ ഗ്രേ കളറിൽ കാണുന്നതാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി എന്താണ്? ഇവിടെ എന്താണ്? 3' ആണ്. ഇവിടെ 3' ആയതുകൊണ്ടാണ് ഈ സ്ട്രാൻഡിൽ തന്നെ വന്ന് ഇത് ബൈൻഡ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ അതിന് ഈ ഡയറക്ഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ദിസ് ഡയറക്ഷൻ ഈസ് കോൾഡ് ആസ് ദി 5'3' ഡയറക്ഷൻ. See, it is moving in a continuous manner, and the deoxyribonucleotides are added one by one in the 5'3' direction, and the newly synthesized strand is given a red color. And here what happened? The DNA polymerase enzyme comes and binds on the other strand. The other strand has got an opposite polarity. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇതിൻ്റെ ഈ ഗ്രേ കളറിൻ്റെ ഈ എൻഡിലുള്ള പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ 5' ആണ്. അപ്പോൾ ഇവിടെ വന്ന് ബൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല. അത് ഇപ്പുറത്ത് നിന്ന് ബൈൻഡ് ചെയ്ത് 5'3' ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? ഡിയോക്സിറൈബോന്യൂക്ലിയോടൈഡ്സിനെ 1 by 1 ആയിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതേ കണ്ടോ, ഒരു പുതിയ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്തു. ഇവിടെ ഈ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ DNA പോളിമറേസ് എന്ന് പറഞ്ഞ എൻസൈം വീണ്ടും ഇവിടെ വന്ന് bind it, again it synthesizes another fragment again in the 5'3' direction. You can see how it is going to happen. See, it is synthesizing another strand. So this strand which is synthesized continuously, it is called as the leading strand, and this strand which is synthesized discontinuously, it is called as the lagging strand. ഇത് ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയുന്നത് കാരണം എന്താണ്? കാണാം, ദിസ് ഈസ് വൺ സ്ട്രാൻഡ് റെഡ് കളർ, ആൻഡ് ദിസ് ഈസ് another strand which is given a red color, and these strands are synthesized discontinuously. So this is the leading strand, and this is the lagging strand. Leading strand, the strand is continuous, and in the lagging strand, the strand is not continuous. It is seen having breaks at intervals. ഇനി എന്ത് ചെയ്യണം? ഇവരെ തമ്മിൽ അടുത്ത എൻസൈം യൂസ് ചെയ്ത് ജോയിൻ ചെയ്യണം. So this is how the DNA polymerase enzyme adds deoxyribonucleotides in a continuous manner in the leading strand. അതിവിടെ വന്ന് ബൈൻഡ് ചെയ്തു, എന്നിട്ട് it is moving in this direction, in the 5'3' direction, and when it is moving all along the length of the template strand, which is given in a gray color here, deoxyribonucleotides are added one by one based on the complementarity of bases in a continuous manner. This is how the leading strand is synthesized. കണ്ടോ, കണ്ടിന്യൂസ് ആയിട്ട് സിന്തസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഇസ് സിന്തസൈസ്ഡ് ഇൻ എ കണ്ടിന്യൂസ് മാനർ. Hence, see, no breaks, nothing. Continuous ആയിട്ട് ഇങ്ങനെ സിന്തസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. So here you can see the synthesis of a leading strand, and here you can see how a lagging strand is synthesized as short fragments. കണ്ടല്ലോ, this is the leading strand, continuous ആയിട്ട് സിന്തസൈസ് ചെയ്തു. Lagging strand, opposite directional, this red color, it is not continuous, it is synthesized as short fragments, and it is called as the lagging strand. These short fragments which are seen in the lagging strand, they are called as the Okazaki fragments. Short fragments of DNA formed on the lagging strand during DNA replication is called as Okazaki fragment. Just അതൊന്ന് മനസ്സിലാക്കി, what are Okazaki fragments. So now we have both the strands have replicated. ഇതിൽ leading strand ഏതാണ്? This is the leading strand. Here we have the DNA, newly synthesized DNA in a continuous manner. This has been synthesized in a continuous manner, and this is called as the leading strand. And here this strand is called as the lagging strand. Here we can see short stretches of DNA fragment, and these fragments are called as the Okazaki fragments, and this is the lagging strand. ഇനി അടുത്ത എന്ത് ചെയ്യണം?
ഈ ഡി എൻ എ ഫ്രാഗ്മെൻസിനെ ഇതുമായിട്ട് ജോയിൻ ചെയ്യണം. ഈ ഡി എൻ എ ഫ്രാഗ്മെൻറ്റിനെ ഇതുമായിട്ട് ജോയിൻ ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണ് ഡി എൻ എ ലിഗേസ്. അതൊരു നമ്മുടെ ഒരു പശ എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് ഈസ് ദ മോളിക്കുലർ ഗ്ലൂ. ഇറ്റ് ഹെൽപ്സ് ടു link this DNA fragment with this DNA fragment. So it helps to link the Okazaki fragments together with enzyme DNA ligase and convert into a single strand. Now we'll see the role of DNA ligase. So now what will happen, this DNA ligase will come here and join the short fragments. Here you can see that it is not continuous. Here you can see a break, here you can see a break, and this should be attached, and that is done with the help of this enzyme, and this enzyme is called as the DNA ligase. കണ്ടോ, അത് വന്ന് അവിടെ തമ്മിൽ ജോയിൻ ചെയ്യുന്നു, അടുത്ത പോയിന്റിൽ വന്ന് ജോയിൻ ചെയ്യുന്നു. So this is a molecular glue. So that is the role of DNA ligase. So in this animation we studied about role of mainly three enzymes. They are DNA helicase, unwinding of the strand, DNA polymerase, addition of deoxyribonucleotides one by one in the 5' 3' direction, and DNA ligase, which helps to link the short segments on the lagging strand. So with that we have finished the mechanism of replication of DNA, the enzymes that are involved in the process of replication of DNA. And now we will have a short discussion regarding the differences between a leading strand and a lagging strand. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് difference between leading strand and lagging strand. So in leading strand it is continuously synthesized replicated strand of DNA without any gap. So leading strand എന്ന് പറയുന്നത് it is the continuously synthesized new strand of DNA without any gap, and takes place in the 5' 3' direction. Lagging strand of it is the discontinuously synthesized replicated strand of DNA which is formed by the joining of Okazaki fragments. Lagging strand എന്ന് പറയുമ്പോൾ അവിടെ ഷോർട്ട് സെഗ്മെന്റ്സ് ആയിട്ടാണ് DNA യുടെ സിന്തസിസ് നടക്കുന്നത്. ആ ഷോർട്ട് സെഗ്മെന്റ്സിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഇറ്റ് ഇസ് കോൾഡ് ആസ് ദി Okazaki fragments, and it is the discontinuously synthesized strand. ഈ ചെറിയ Okazaki ഫ്രാഗ്മെന്റ്സിനെ ജോയിൻ ചെയ്താണ് നമ്മളൊരു കംപ്ലീറ്റ് സ്ട്രാൻഡ് ആക്കി മാറ്റുന്നത്. ഇവിടെയോ each Okazaki fragment grows in the 5' 3' direction. അത് ഗ്രോ ചെയ്യുന്നത് 5' 3' direction ആണ്, but the growth of the lagging strand is in the 3' 5' direction. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഗ്രോ ചെയ്യുന്നത്, 3' 5' ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ ഇറ്റ് ഗ്രോസ് ഇൻ ദി 5' 3' ഡയറക്ഷൻ. ലാഗിങ് സ്ട്രാൻഡ് ഗ്രോസ് ഇൻ ദി 3' 5' ഡയറക്ഷൻ. Then it does not require DNA ligase for its growth. മൂന്നാമത്തെ പോയിന്റ്, it does not require DNA ligase for its growth. ഇവിടെയോ DNA ligase is required for the formation of lagging strand from Okazaki fragments. ഇവിടെ DNA ligase വേണം. ആ Okazaki ഫ്രാഗ്മെന്റ്സിനെ എല്ലാം ജോയിൻ ചെയ്ത് ഒരു കംപ്ലീറ്റ് സ്ട്രാൻഡ് ആക്കി മാറ്റാൻ വേണ്ടി എന്ത് വേണം? DNA ligase വേണം. It grows rapidly, it grows slowly. So these are the differences between leading strand and lagging strand. First difference എന്താണ്? It is continuously synthesized. ഇവിടെ it is discontinuously synthesized. It grows in the 5' 3' direction. ഇവിടെയോ ലാഗിങ് സ്ട്രാൻഡ് ഗ്രോസ് ഇൻ ദി 3' 5' ഡയറക്ഷൻ. ലാഗിങ് സ്ട്രാൻഡിന്റെ ഗ്രോത്ത് ആണ് 3' 5' ഡയറക്ഷൻ. പക്ഷേ ഈ സ്ട്രാൻഡിൽ പോലും Okazaki fragments are added in the 5' 3' direction as small fragments. ലീഡിങ് സ്ട്രാൻഡിൽ DNA ligase എന്ന് പറഞ്ഞ എൻസൈമിന്റെ ആവശ്യമില്ല. ലാഗിങ് സ്ട്രാൻഡിൽ DNA ligase എന്ന് പറഞ്ഞ എൻസൈം ആവശ്യമാണ്. എന്തിനു വേണ്ടി? ചെറിയ Okazaki ഫ്രാഗ്മെന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി. Then fourth difference ആണ്, it grows rapidly, it grows slowly. So dear students, with that we have finished an important topic, DNA replication, Messels and Stahl experiment, and the process of replication.
See you with another video. For the time being, bye.